തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് കെ സി വേണുഗോപാൽ. അത് ഈ നാട്ടിലുള്ള വോട്ടർമാർ കേട്ടതാണ്. അപ്പൊ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കെ സി മുഖ്യമന്ത്രിയാകാനല്ല 102 സീറ്റ് നൽകിയത്. ജയിച്ച ശേഷം മുഖ്യമന്ത്രിയായിട്ട് അവതരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതൊക്കെ നുണയാണ് എന്നല്ലേ? വേണ്ട, എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? തീരുമാനം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും വിട്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ ചർച്ചകളെ കുറിച്ച് പൊതുവിൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ തമാശയ്ക്ക് സമമാണ്. രാവിലെ മുതൽ ഉച്ചവരെ ഗംഭീര ചർച്ച നടന്നു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ബിരിയാണി കഴിച്ചതിന് ശേഷം തീരുമാനം തങ്ങൾക്ക് വിട്ടിട്ട് നേതാക്കൾ പിരിഞ്ഞു എന്ന് പറയുന്ന ഒരു തമാശ പോലെ. അപ്പൊ എന്തിനാണ് ഇത്ര ഉലങ്കഷമായിട്ട് ഈ ചർച്ചകളൊക്കെ നടന്നത്? ഈ അണികളോട് നേതാക്കന്മാർക്ക് കേരളത്തിൽ വെച്ച് തന്നെ പറയാമായിരുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്തിനാണ് ഈ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്? ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയില്ല. നന്നായിട്ടുണ്ട്. ഈ പോരാട്ടത്തിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചാടി വന്ന് വീണിരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. അദ്ദേഹവും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അതായത് താൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഒരു താല്പര്യവും തനിക്കില്ല എന്നും തന്റെ പേര് മൈനസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിനെ മുൻനിർത്തി താൻ ആ റേസിലില്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി, ഒപ്പം നിങ്ങളുടെ പതനവും. സത്യത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നു UDF 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ VD സതീശനെ 100 സീറ്റ് കിട്ടിയാലും വനവാസത്തിന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് KC പക്ഷം എന്ന് തോന്നുന്ന തരത്തിലുള്ള ശരീരഭാഷയാണ് ഇവരുടേത്. അനന്തകൃഷ്ണൻ സാറേ, വല്ലോ അറിഞ്ഞോ? നീ അല്ലടാ. ഇതെന്നാ സാറേ പറയുന്നത്? ഈ മഞ്ഞ തട്ടടിയും കൊണ്ട് കാട്ടി വന്നു കിടന്ന് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവസാനം എനിക്കിട്ട് ഒരുമാതിരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ്. ഐക്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർക്കിപ്പോ ഇല്ലാത്തതും. അണികൾ നേതാക്കളെ ചൊല്ലി മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്നതും നേതൃത്വത്തെ അവഗണിക്കുന്നതും മരിച്ചുപോയ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരെ പരസ്യമായിട്ട് വലിച്ചു കയറി എറിയുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു. ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ്. ഇത് നടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഇവർക്കൊരു പബ്ലിക് ആഹ്വാനം നടത്താമായിരുന്നു. അത് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇതിന്റെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനമോഹമാണ് ഇതിന് കാരണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരെങ്കിലും ഒരാളെ, ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നിലവിലെ MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന ഒരാൾക്കും ഇളവ് കൊടുക്കാത്ത ഒരു തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അപ്പൊ MP-മാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് MLA-മാരാകണ്ട എന്നാണ് തീരുമാനമെങ്കിൽ MLA-മാരാകാത്ത ആൾക്കാർ പിന്നെ എന്തിനാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലാത്ത എന്ത് അധിക യോഗ്യതയാണ് കെ സി വേണുഗോപാലിന് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കെ സി വേണുഗോപാലിന് ആയിരുന്നില്ല. മേനോൻ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും. ഇവിടെ വളരെ കൃത്യമായിട്ട് കാർക്കശ്യത്തോടു കൂടി പറഞ്ഞത് MP-മാരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന ആൾക്കാർ, അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആൾക്കാർ, അവർ സമ്മാനദാനത്തിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഈ പുറത്തു നിന്ന് കളി നിയന്ത്രിച്ചിരിക്കുന്ന ആൾ വന്ന് കപ്പ് മേടിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ സമയത്ത് നടന്നിരിക്കുന്ന മറ്റു തെരഞ്ഞെടുപ്പുകളെ പറ്റി നോക്കൂ. ആസാമിൽ മത്സരിച്ചില്ലേ, ബംഗാളിൽ മത്സരിച്ചില്ലേ, അവിടെയൊക്കെ അദ്ദേഹം പോയോ? അപ്പൊ അവിടെയും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഫുൾ ടൈം ഇവിടെ ക്യാമ്പ് ചെയ്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാനും അവതരിപ്പിക്കാനുമായിട്ട് ഒരു ഡിസൈൻ അതിന് പിന്നിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. കാരണം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വോട്ട് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ അവസാനം മറ്റെല്ലാവരെയും ഒഴിവാക്കി ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് എന്ന രീതിയിലത്തേക്ക് ഒരു ഫോർമുല കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ നൂലിൽ കെട്ടി ഇറക്കാനായിട്ട് ശ്രമിച്ചാൽ ആത്യന്തികമായിട്ട് അത് കാണപ്പെടുക രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം കാരണം രാഹുൽ ഗാന്ധി ഫേവററ്റിസം കാണിച്ചു എന്നാണ്. അങ്ങനെ ഒരു നാണം കെട്ട രീതിയിലുള്ള ഒരു എൻട്രി ശ്രീ കെ സി വേണുഗോപാലിന് വേണോ? അത് കോൺഗ്രസ് അർഹിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.